സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തന്നെ നൽകണം ആവശ്യപ്പെട്ട് ഗാസയിലെ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നോർവീജിയൻ നൊബേൽ കമ്മിറ്റിക്ക് അയച്ച കത്തിലൂടെയാണ് കുടുംബാംഗങ്ങൾ തങ്ങളുടെ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനത്തിനായി തന്നെ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ഹോസ്റ്റേജ് ആൻഡ് മീറ്റിംഗ്സ് ഫിലിംസ് ഫോറം എന്ന ഒരു കൂട്ടായ്മയാണിപ്പോൾ ഇക്കാര്യങ്ങൾ കത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. വരുന്ന വെള്ളിയാഴ്ചയാണ് നൊബേൽ സമ്മാന ജേതാവിനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് കത്തയച്ചിരിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നു. ഗാസയിൽ ട്രംപ് നടത്തുന്ന അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആഗോള സമാധാനത്തിനും യുദ്ധത്തിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ട്രംപിന് നൊബേൽ നൽകണമെന്ന ആവശ്യം ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവിനെ വരുന്ന വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതിനു മുന്നോടിയായി തന്നെ ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം എന്ന കൂട്ടായ്മയാണ് ഈ ഒരു കാര്യം കത്തിലൂടെ തന്നെ ഈ കമ്മിറ്റിക്ക് കത്തയച്ചിരിക്കുന്നതും. അതേപോലെ തന്നെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കുവാനും ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള ട്രംപിന്റെ പദ്ധതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കത്തിൽ ആഗോള സമാധാനത്തിന് നൽകിയ അത്ഭുതപൂർവമായ സംഭാവനകളെ മാനിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിലേക്കുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന് ഈ കൂട്ടായ്മ ആവശ്യപ്പെട്ടിരിക്കുന്നതും. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ ലോക സമാധാനത്തിന് പ്രസിഡന്റ് ട്രംപിനേക്കാൾ കൂടുതൽ സംഭാവന നൽകിയ മറ്റൊരു നേതാവോ സംഘടനയോ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മാസങ്ങൾക്ക് ശേഷം ആദ്യമായി തന്നെ ബന്ദികളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ദുസ്വപ്നം അവസാനിപ്പിക്കുന്നു എന്നും ഞങ്ങൾക്ക് പ്രതീക്ഷ കൈവന്നിരിക്കുകയാണ് എന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഗാസയിൽ 48 ബന്ദികളുണ്ട് എന്നും അവരിൽ 20 പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ പദ്ധതിയുമായി അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ തടവിലാക്കപ്പെട്ട 100 കണക്കിന് പാലസ്തീനികളെ വിട്ടയക്കുന്നതിന് പകരമായി തന്നെ ബന്ദികളെ മോചിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നു. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന കരാർ ലംഘിച്ചുകൊണ്ടാണ് ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നത്. ആയുധങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ഹമാസ് ആകട്ടെ ഇങ്ങനെ ഒരു വ്യവസ്ഥ ആ കരാറിൽ പറഞ്ഞിട്ടില്ല എന്ന് പ്രതികരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ട്രംപിന്റെ സമാധാന കരാറിലെ വ്യവസ്ഥയാണ് എന്നതും ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നതാണ്. ഹമാസ് അതിനെ ദുർബലപ്പെടുത്താനുള്ള രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് എന്നും ഇവർ വാദിക്കുന്നുണ്ട്. ഏറെ കൊട്ടിയാഘോഷിക്കപ്പെട്ട ട്രംപിന്റെ ഇത്തരമൊരു പദ്ധതി, അതായത് ഇസ്രായേൽ ഹമാസ് സമാധാന കരാർ, അത് പാളുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ലോകം മുന്നോട്ട് വയ്ക്കുന്നത്. വാസ്തവത്തിൽ ഹമാസ് ഭീകരർ ആയുധം താഴെ വെക്കണമെന്നത് ഗാസയിലെ സമാധാന കരാറിലെ ഒരു പ്രധാന ആവശ്യം തന്നെയാണ്. മാത്രമല്ല ബന്ദികളാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേലികളെ ഹമാസ് ഇനിയും മോചിപ്പിച്ചിട്ടില്ല എന്നത് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.